അപ്പൊ ഇന്ന് ചൊവ്വാഴ്ച, ഇന്ന് എനിക്ക് അമ്പലമുണ്ട്. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഒരു ഹാപ്പി ചൊവ്വ. അപ്പോ ശരിക്കും ഇന്ന് അച്ഛനും അമ്പലമുണ്ട്. അച്ഛനൊരു പകരം അമ്പലം കിട്ടി ഇന്ന് രാവിലെ. എനിക്കും അമ്പലത്തിൽ പോകണം. അച്ഛൻ ഏകദേശം ഒരു 5:45 സമയത്തിനൊക്കെ തുറക്കണം. എനിക്ക് അതും കഴിഞ്ഞ് 6 മണിക്ക് തുറന്നാൽ മതി. ഇപ്പൊ ഞാനിപ്പോ ഇറങ്ങാൻ തുടങ്ങുന്നേ ഉള്ളൂ. അച്ഛൻ എന്തായാലും ഓൾറെഡി ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ LSJD ബൈദുവിന്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് തുടങ്ങുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ഞാൻ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ട് നോക്കിയപ്പോൾ ഇന്നിപ്പോ മധുരക്കിഴങ്ങ് പുഴുങ്ങാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതാണ് കണ്ടില്ലേ, മധുരക്കിഴങ്ങും പിന്നെ അത് കൂടാതെ ദോശയുണ്ട്. അപ്പോൾ ആദ്യം മധുരക്കിഴങ്ങ് കുറച്ച് കഴിച്ച് നോക്കിയിട്ട് ദോശ ഇല്ലാന്ന് വെച്ചു. കാരണം നല്ല ടേസ്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ അതാണ്ട് അമ്മ പൊടിച്ച സ്പെഷ്യൽ മുളകാണ് ഇത് കേട്ടോ. നല്ല വറുത്ത മുളക്. അമ്മ മുളകും പുളിയെല്ലാം കൂടിയിട്ട് നന്നായിട്ട്, മുളക് വറുത്തിട്ട് പുളിയെല്ലാം കൂടിയിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഇതിന്റെ മണം തന്നെ ഒരു സ്പെഷ്യൽ മണം. പക്ഷെ ഇതിപ്പോ കുറച്ചേ ഉള്ളൂ. ഇന്നലെ ഏകദേശം കുറെ ഞങ്ങൾ കൂട്ടി തീർത്തു. നല്ല ടേസ്റ്റാ. പക്ഷെ വയറരിക്കും. ഈ പിരിയം മുളകും പാണ്ഡ്യമുളകും എന്ന് പറയുന്നത് 2 സൈസ് മുളകുണ്ട്. അത് ഓരോ ദേശത്ത് ഓരോ രീതിയാണ് പറയുന്നത്. പക്ഷേ ആ 2 സൈസ് മുളകും ഒരുമിച്ചിട്ട് പൊടിച്ചതിന് ശേഷം കൂട്ടാൻ പാടുള്ളൂ. കാരണം ഈ പാണ്ഡ്യമുളക് എന്ന് വിളിക്കുന്ന ആ മുളക് മാത്രം ഇട്ട് പൊടിച്ചോണ്ടല്ലോ പാന്യ ഏരിയ നമുക്ക് പിന്നെ നിൽക്കാൻ പറ്റത്തില്ല. ഇതിപ്പോ പിരിയനും പാണ്ടിയും പുളിയൊക്കെ ഇട്ട് പൊടിച്ച മുളകാണ്. അപ്പൊ അതും കൂട്ടി ഇനിയിപ്പം മധുരക്കിഴങ്ങ് ഒരു പിടി പിടിക്കണം. അത് കഴിഞ്ഞിട്ട് വിശപ്പുണ്ടെങ്കിൽ 2 ദോശയും കൂടെ തിന്നാം. ഇപ്പൊ എന്തായാലും ഞാൻ പോയി നേരെ കുളിച്ചിട്ട് വരട്ടെ. ഇന്ന് വേറൊരു വിശേഷമുള്ളതെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് കണ്ണിന് എന്തോ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടെന്ന് ഇപ്പൊ 2 ദിവസമായിട്ട് പറയുന്നു. അപ്പൊ അതിങ്ങനെ ഓരോ ദിവസം കഴിയുന്നവരും കൂടി വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഇന്ന് എന്തായാലും അമ്മയെ കൊണ്ട് വീണ്ടും ഹോസ്പിറ്റലിൽ ഒന്ന് പോകണം. അതിനു വേണ്ടിയിട്ട് പെട്ടെന്ന് കഴിച്ചേച്ച് റെഡിയാകണം. അപ്പൊ ഞാൻ പോയി കുളിച്ചിട്ട് വന്നിട്ട് കാപ്പി കുടിക്കാം. ഞാൻ എന്തായാലും കുളിച്ചിട്ട് വന്നപ്പോഴത്തേന് അമ്മ മധുരക്കിഴങ്ങൊക്കെ പുഴുങ്ങി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവള് നേരെ പിന്നെ ജോലിക്ക് പോയി. അപ്പൊ അവള് ജോലിക്ക് പോയതുകൊണ്ട് അമ്മ ഇന്ന് എനിക്ക് കാപ്പിയൊക്കെ എടുത്തു തന്നെ. ഇനിയിപ്പം അവക്ക് 2 മധുരക്കിഴങ്ങ് തൽക്കാലത്തേന് പുഴുങ്ങി അവളെടുത്തോണ്ട് പോയെന്നാ പറഞ്ഞത്. അപ്പൊ ഇനി എന്തായാലും കാപ്പി കുടിച്ചിട്ട് പെട്ടെന്ന് റെഡിയായി നേരെ പിന്നെ ആശുപത്രിയിലോട്ട് പോകാനുള്ള സെറ്റപ്പുകളൊക്കെ ചെയ്യണം. അങ്ങനെ നമ്മുടെ ചെല്ലക്കിളിക്ക് ഫുഡും ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഞങ്ങള് 3 പേരും കൂടെ നേരെ പിന്നെ അമ്മയെ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകുക. അതാണ്ടായിരിക്കുന്നത്. അമ്മയ്ക്ക് കണ്ണ് ഒരു ചെറിയ വേദന എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം എന്ന് അറിഞ്ഞുകൂടാ. ഇപ്പോൾ 2 ദിവസമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കണ്ണിൻ്റെ ഒരു ചെറിയ വേദന. അപ്പൊ അമ്മയെ കൊണ്ട് നേരെ ഇനിയിപ്പം കണ്ണാശുപത്രി കൊണ്ടുവന്ന് ജസ്റ്റ് എന്താണെന്നുള്ളതെന്ന് അറിയാൻ വേണ്ടി ചെക്ക് ചെയ്യാൻ കൊണ്ടുപോകാം. അപ്പോൾ നമ്മുടെ ചെല്ലക്കിളിയെ പിടിച്ച് നമ്മളങ്ങ് കെട്ടിയിട്ടു കണ്ട. അതല്ലെങ്കിൽ വണ്ടി ഇറക്കുമ്പോഴൊക്കെ വലിയ ഡേഞ്ചറസാണ്. അപ്പൊ ഞങ്ങൾ എന്തായാലും ഇനി നേരെ കണ്ണാശുപത്രി കൊണ്ടുപോട്ടെ.
ഞങ്ങളിപ്പം ശരിക്കും വെള്ളായണി ജംഗ്ഷനിൽ നിൽക്കുക. ദേവാനന്ദ് വരുന്നില്ലെന്ന് പറഞ്ഞാണ്ട ഞങ്ങൾ 3 പേരേ ഉള്ളൂ. അവൻ നേരെ നേമത്ത് അവന്റെ അമ്മ വീട്ടിൽ പോയിരിക്കാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ 3 പേരും മാത്രമേ ഉള്ളൂ ഇപ്പൊ പോകുന്നത്. വെള്ളായണി ജംഗ്ഷനിലെത്തിയപ്പം ഞങ്ങൾ ജസ്റ്റ് മിസ് എന്ന് പറഞ്ഞാൽ ഇവിടെ 114 114 സെക്കൻഡ് 114 ഇത് തുടങ്ങുന്നത്. ഞങ്ങൾ വന്നപ്പോഴത്തേനും കൃത്യം സിഗ്നൽ നമ്മുടെ കിടക്കുകയായിരുന്നു. പക്ഷെ ഒരു 2 സെക്കൻഡ് വ്യത്യാസത്തിൽ നമുക്ക് സിഗ്നൽ കിട്ടിയില്ല. അങ്ങനെ ഇവിടെ വന്ന് കിടക്കുക. നമ്മളങ്ങനെ കണ്ണാശുപത്രിയിലെത്തി. ഇനിയിപ്പം ഇവിടുന്ന് അമ്മയുടെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഇനി പിന്നെ വേറെ ഒരു 2-3 വട്ടം പരിപാടികളുണ്ട്. അന്ന് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഷൂ എടുത്ത സമയത്ത് നമ്മളിതുവരെ അത് ഷൂ വാങ്ങിച്ചില്ല, കൊടുത്തതേ ഉള്ളൂ. അന്ന് പിറ്റേ ദിവസം വൈകിട്ട് 4 മണിക്കൊക്കെ ചെല്ലണമെന്ന് അങ്ങനെ പറഞ്ഞു. പക്ഷെ നമുക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പം അങ്ങോട്ട് പോകുന്ന വഴിക്കും ഇപ്പോൾ ഷൂ കൂടെ വാങ്ങിച്ചുകൊണ്ട് ഞാൻ പോകാനായിട്ട്. എന്തായാലും അവരങ്ങോട്ട് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അവരുടെ പുറകെ പോയി ബാക്കിയുള്ള കാര്യങ്ങളോട് നോക്കിയിട്ട് ഞാനിവിടെ കണ്ണാശുപത്രിയിലെ ക്യാൻറ്റീനിൽ വന്നപ്പോഴേ അയ്യോ ചായയും പിന്നെ അതുപോലെ ജ്യൂസും ഒക്കെ ഇരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ സ്പെഷ്യൽ ഐറ്റം കേസരി. ഇത് സ്പെഷ്യൽ ഐറ്റം എന്ന് എനിക്ക് തോന്നാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ അന്നേരം കട്ട് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് അവർ തരുന്നത്. ടീ സ്നാക്സ് ഒക്കെ ഉണ്ട്, കൊള്ളാം. ഞങ്ങൾ കണ്ണാശുപത്രിയിൽ നിന്ന് ഇറങ്ങി. ശരിക്കും അമ്മയ്ക്ക് കുഴപ്പമുണ്ട് കണ്ണിന്. അതായത് കൃഷ്ണമണിക്കകത്തൊരു ചെറിയ നീർക്കെട്ടെന്നാണ് പറഞ്ഞത്. നമ്മൾ ആദ്യം വിചാരിച്ചു വേറെ വലിയ പ്രശ്നങ്ങളൊന്നും കാണില്ല വിചാരിച്ചത്. പക്ഷെ എന്തോ എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടെന്നാണ് പറഞ്ഞത് കണ്ണിൽ. എന്തായാലും അത് കുറച്ച് മരുന്നും കാര്യങ്ങളൊക്കെ തന്നെ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഓപ്പറേഷൻ ചെയ്ത കണ്ണായതുകൊണ്ട് കുറച്ചുകൂടെ കാര്യമായിട്ട് ശ്രദ്ധിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് സംഭവം. നേരെ പോട്ടെ സാർ, നമുക്ക് ഇനിയിപ്പോൾ പൂജപ്പുര വരെ ഒരു ആവശ്യത്തിന് പോകണം. നേരെ പോയാൽ ചോദിച്ചാൽ പൂജപ്പുരന്നേ മറ്റേ അവൻ്റെ ഓയിൻമെൻ്റ് കൂടെ വാങ്ങിച്ചോളാം. ദേവാനന്ദൻ്റെ അവൻ്റെ ഒരു ഓയിൻമെൻറ്റിനെയും പൂജപ്പുര കിട്ടത്തുള്ളൂ. ഞാനിവിടെ 2-3 മെഡിക്കൽ സ്റ്റോർ ചോദിച്ചപ്പോൾ അവിടെ ഒന്നും ഇല്ല. ഏതാ കണ്ണാശുപത്രിയുടെ സൈഡ് ആയതുകൊണ്ടായിരിക്കാം. അല്ല, എൻ്റെ തൊട്ടിപ്പുറത്തുള്ള ജനറൽ ആശുപത്രി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കിട്ടേണ്ടതാണ്. അപ്പം അങ്ങനെ എന്തായാലും ഇങ്ങോട്ട് വന്ന വഴിക്ക് ഞാൻ മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി പോയ സമയത്ത് അച്ഛനെ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് മുകളിലോട്ട് വിട്ടു. അപ്പോൾ അച്ഛൻ അങ്ങനെ ഇന്നത്തെ ഡ്രൈവിങ് അച്ഛനാകട്ടെ എന്ന് വിചാരിച്ചു. കാരണം അച്ഛൻ ഓടിക്കണമെന്ന് വിചാരിച്ചു. ഇങ്ങോട്ട് വീണ്ടും എവിടെയും നിർത്തി നോക്കിയിട്ട് കേട്ടോ. സ്റ്റോറേ മെഡിക്കൽ കോളേജ് ഏരിയയാണെന്ന് തോന്നി. അല്ല, മെഡിക്കൽ കോളേജിലൊന്നും നമ്മൾ പോകുന്നില്ല. എന്തിനാ മെഡിക്കൽ കോളേജ്? ഇല്ല, മെഡിക്കൽ കോളേജിലൊന്നും പോകുന്നില്ല. നമ്മൾ ജസ്റ്റ് ഇനിയിപ്പോൾ നേരെ പൂജപ്പുര വഴിയാണ്. അപ്പം ഇവിടെ എവിടെയെങ്കിലും മെഡിക്കൽ കോളേജ് അങ്ങോട്ടാച്ചാ തിരിച്ചാ. ഇപ്പം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിലേ ഇവിടെ നേരെയാണോ? നേരെ സത്യത്തിൽ ഇവിടെ എല്ലാം ഇപ്പം ക്രിസ്തുമസിൻ്റെ ലഹള നടന്നുകൊണ്ടിരിക്കുക. ക്രിസ്തുമസിൻ്റെ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് നേരെ ഞങ്ങളുടെ പുൽക്കൂടും കാര്യങ്ങളും ഒക്കെ കച്ചവടക്കാർക്ക് നല്ല കോള. ഏത് ആഘോഷം വന്നാലും അവര് ആ ആഘോഷമായിട്ട് ബന്ധപ്പെട്ട സാധനം വാങ്ങണമല്ലോ സാധാരണ കച്ചവടത്തിന് വെക്കാൻ. പറഞ്ഞാൽ ക്രിസ്മസ് ആയപ്പം പുൽക്കൂട് നല്ല ഭംഗിയുണ്ട് കാണാനല്ലേ. അത് പുൽക്കൂട് വീട്ടിലേക്ക് അലങ്കരിക്കാനുള്ള, അതുകൊണ്ട് അവിടെ ഇഷ്ടം പോലെ പുൽക്കൂട് ഇരിക്കുന്നു പത്ത് സൈഡിൽ. അങ്ങനെ പല വെറൈറ്റി ഐറ്റംസ് വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അയ്യോ, എന്തായാലും ഇന്ന് പറയത്തക്ക വലിയ ട്രാഫിക് ഇല്ലല്ലേ. വലത്തോട്ട് ആ ഓട്ടോയുടെ പ്രവാചകം പോയാൽ മതി. അണ്ടർപാസ് അടി കൂടെ കൂട്ടും. അയ്യോ, നമ്മള് പൂജ ഇവിടെ എത്തി, ജഗതി എത്തി. നമ്മൾ അവന്റെ ഷൂ ആയി ഇവിടെ വിചാരിച്ചിട്ട് അതും മറന്നുപോയി. 4 ദിവസം എനിക്ക് 4 ഒരു 5 ദിവസത്തിന് മേളിലായി ഇപ്പം അത് കൊടുത്തിട്ട്. അത് കൊടുത്തിരിക്കുന്നത് മറ്റേ നമ്മുടെ കുളിമൂട്ടില്. വേണ്ട ഞാൻ അവളോട് വിളിച്ച് പറയാം. മാഞ്ചേട്ടാൻ വേണ്ട. ഇവിടെ അവിടെ നിർത്താൻ പറ്റത്തില്ല. ഇവിടെ മറ്റേ ഇതല്ലേ സിഗ്നലായതുകൊണ്ട് നല്ല ട്രാഫിക് ആയിരിക്കും. അവിടെ കൊണ്ട് വണ്ടി നിർത്തിയാലേ, സ്കൂട്ടറിലാണെങ്കിൽ എവിടെയെങ്കിലും ഇതൊക്കെ നിർത്താൻ പറ്റിയത്. കാറിലായതുകൊണ്ട് അവിടെ നിർത്തിയാൽ പിന്നെ നമ്മള് പാലാരി വെട്ടത്തുണ്ട
ഉണ്ടാക്കിയതിന്റെ അത്രയും ട്രാഫിക് ജാം ഇല്ലെന്ന് പറഞ്ഞ പോലെ കംപ്ലീറ്റ് ട്രാഫിക് ജാം ആയിരിക്കും. സിനിമയ്ക്കകത്ത് പറയത്തില്ല, കംപ്ലീറ്റ് ട്രാഫിക് ജാം ഉണ്ടാക്കി വെക്കും നമ്മൾ. ഇവിടുന്ന് കുറച്ചങ്ങോട്ട് ലെഫ്റ്റ് അങ്ങോട്ട് കയറുന്നുണ്ടെങ്കിൽ അവിടെ ഒരു മെഡിക്കൽ സ്റ്റോറുണ്ട്, അവിടെ നമുക്ക് ജസ്റ്റ് ചോദിച്ചു ലാസ്റ്റ് ആൻഡ് ഫൈനൽ. അത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ അല്ല അവിടെ തന്നെ പിന്നെ കാണിച്ച ക്ലിനിക്കിൽ തന്നെ ചോദിച്ചു. അതിന് മുൻപ് ഇവിടെ അവിടെ തുറന്ന് തിരക്കാം, അങ്ങോട്ട് തന്നെ ക്ലിനിക്കിൽ പോകാൻ നോക്കാം. ക്ലിനിക്കിൽ ഇനിയും ചെല്ലണമെന്ന് പറഞ്ഞു, അതായത് 15-ാം തീയതി എന്തോ ചെല്ലണം എന്ന് പറഞ്ഞാൽ പിന്നെ 15-ാം തീയതി 20-ആയി അല്ലല്ലോ, ഏതോ ഒരു ഡേറ്റ് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. അയ്യോ ഇവിടെ പണി കിട്ടില്ല, ഇവിടെ റോഡ് പണി നടക്കുകയാണ്. നമ്മൾ ആ പൂജപ്പരയെന്ന് ഇങ്ങോട്ട് കയറുന്ന സ്ഥലത്ത് ഇപ്പോൾ റോഡ് പണി നടക്കുകയാണ്, ഒരു രക്ഷയില്ല കണ്ട. അപ്പം ഇതുവഴി വരുന്നവര്, അതായത് പൂജപ്പര സരസ്വതി മണ്ഡപത്തിൽ നിന്ന് വരുന്നവരെ സൂക്ഷിക്കണം. ഇവിടെ ഇപ്പോൾ റോഡ് പണി നടക്കുകയാണ്. അപ്പോൾ നമുക്കിനി ഇതെന്തായാലും തിരിച്ച് പോയേ പറ്റുള്ളൂ, അല്ലാതെ വേറെ വഴിയില്ല. റിവേഴ്സ് എടുക്കുന്ന നിവൃത്തിയുള്ളൂ. ഇവിടെ റിവേഴ്സ് എടുക്കാവും. അയ്യോ അല്ല ഞാനേ നടന്നു പോകേണ്ട കാര്യമുണ്ടോ? അവിടെ അപ്പുറത്തൊരു മേടിക്കുക. വേണ്ട പോട്ടെ, സ്കൂട്ടർ കുറച്ചുകൂടെ റിവേഴ്സ് എടുത്തു കുറച്ചുകൂടെ പോകും, ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു വഴി മുടങ്ങി. ഇനിയിപ്പോൾ അപ്പുറത്തൂടെ കറങ്ങി വേണം വരാൻ. ഞാനിത് ഉദ്ദേശിച്ചതേ, നമ്മുടെ ആ പൂജപ്പുര ജയിലിന്റെ തൊട്ട് താഴെ നിന്ന് ഒരു ബൈ റോഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കയറി ഇനി വരാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് കയറിയത്. പക്ഷെ ഇവിടെ റോഡ് പണി നടക്കുക, അപ്പോൾ അതുകൊണ്ട് നമുക്ക് പണിയാവും. എന്തായാലും ഇപ്പം അപ്പുറത്തൂടെ റോഡ് ക്ലോസ്ഡ് എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ അഹങ്കാരത്തിന്റെ പുറത്ത് നമ്മൾ കയറി ഇനി പോകുന്നു. ഇതുവഴി ഇടത്തോട്ട്, ഇവിടെ നിന്ന് ഇനി ഇടത്തോട്ട്. അപ്പൊ ഇനിയിപ്പോ എന്തായാലും ചോറുണ്ണാം, നല്ല വിശപ്പ്. ചോറ് കൊണ്ടുവച്ച് കയറി കിടന്ന് ചെറുതായിട്ടൊരു മയങ്ങണം. ഇന്നേ സ്പെഷ്യലായിട്ട് ഉള്ളതെന്ന് പറയുന്നത് കണ്ട കടുമാങ്ങ. ഇന്നലെ ഞാന് പോത്തീസി കയറിയായിരുന്നു. അപ്പൊ പോത്തീസി കയറിയപ്പോ വാങ്ങിച്ചോണ്ട് വന്ന മാങ്ങ, അതിലൊരുമാതിരി എന്തോ മാങ്ങയമ്മ, അതിന്റെ പേരെന്തുവാ? കോമാങ്ങ എന്ന് പറയുന്ന ഒരു മാങ്ങയാ. പിന്നെ പുളിശ്ശേരി ഉണ്ട്, മെഴുക്കുരട്ടി, അതുകൂടാതെ തോരൻ. എന്തോ തോരൻ? ഇത് ചീരത്തോരൻ അല്ലേ? ഇത് പച്ചച്ചീരയാ നമ്മ ചുവപ്പും പച്ചയും കൂടെ മിക്സ് ചെയ്തുണ്ടാക്കിയിരിക്കുക തോരൻ. പിന്നെ നെല്ലിക്ക, അങ്ങനെ കുറെ വെറൈറ്റി ഐറ്റംസാ. എന്തായാലും നമുക്ക് എന്തായാലും ഇനിയിപ്പോ ചോറുണ്ട് തുടങ്ങാം. ഏത് 500 രൂപയാവോ ബോളിന്, ഫുട്ബോളിന്? ഗൈസ്, ചെറുക്കനൊരു ഫുട്ബോൾ വേണമെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പൊ എന്റെ പുറകെ നടക്കുക ആശാൻ. നമുക്ക് വാങ്ങിക്കാം. ഒരെണ്ണം വാങ്ങിച്ചു കൊടുത്തതാ, അതെല്ലാം പൊട്ടിച്ചു കളഞ്ഞു. ഇല്ലേടാ? എന്താ പറ്റിയതിന്? നീ സത്യം പറഞ്ഞ മിക്കവാറും എല്ലാ ദിവസവും നീ സ്കൂളിലല്ലേ? പിന്നെ എങ്ങനെ ഇത് പൊട്ടിപ്പോന്നേ? നീ ഇവിടെ വരുമ്പോഴല്ലേ ഇത് ഉപയോഗിക്കുന്നുള്ളൂ, പിന്നെ എങ്ങനെ ഇത് പൊട്ടിപ്പോന്നേ? കാറ്റടിച്ചു പോന്ന? അതിനകത്ത് കാറ്റ് നിറയ്ക്കുമ്പോ പോന്നു അല്ലേ? കൊള്ളാം. ദൈവമേ, ഇനി അടുത്ത ഗോൾ ഒത്തിട്ടുണ്ട്. ഫുട്ബോൾ. ആരാ? എന്താ അമ്മച്ചി? നോക്കട്ടെ. അയ്യോ അല്ല കൂട്ടാ, ഇല്ല അവനൊന്നും ചെയ്യത്തില്ല. അമ്മച്ചിക്ക് അയ്യോ, നിങ്ങൾ ആ ഗേറ്റ് തുറന്നിട്ടാ? അയ്യോ അമ്മച്ചി, അവൻ വെളിയിൽ ഇറങ്ങി ഓടിയില്ല അമ്മച്ചി. നോക്കട്ടെ, ഞാൻ പോയി പിടിച്ചോണ്ടരാ. അതെ, അമ്മച്ചി ഇവിടെ സ്ഥിരം വരുന്നതാ. അമ്മച്ചിക്ക് ഒരു ചെറിയ അബദ്ധം പറ്റി. അമ്മച്ചി വന്ന സമയത്ത് ഗേറ്റ് അടച്ചില്ല. അമ്മച്ചിക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി വന്ന. എന്തോ ആഹാരം ഇല്ലേ? എന്ത് ഒന്നും കഴിച്ചില്ലേ അമ്മച്ചി? അയ്യോ, നോക്കട്ടെ, ഞാൻ നോക്കട്ടെ, സെറ്റ് ചെയ്യാം കേട്ടോ. നോക്കട്ടെ. അമ്മച്ചിക്ക് ഇത്തിരി വെള്ളം. അല്ലെ, ഞാൻ പിടിച്ചോണ്ട് വരാം. അവനെ പാവത്തിനെ പിടിച്ചോണ്ട് വരാം. നമ്മുടെ ബെല്ലക്കുട്ടൻ ഇറങ്ങി ഓടിക്കളഞ്ഞ്. അയ്യോ, ഇത് നമ്മുടെ ഇവിടെ സ്ഥിരം വരുന്ന ഒരു അമ്മച്ചിയാ. അമ്മച്ചിക്ക്
ഇങ്ങനെ റോഡിൽ കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ടേ. അമ്മച്ചി ഇവിടെ വന്ന് കയറിയിട്ട് ചോറും വെള്ളമൊക്കെ ചോദിക്കും. നമ്മളിവിടെ ഉണ്ടെങ്കിൽ കൊടുക്കും. ചില സമയത്ത് നമ്മളൊക്കെ ചോറൊക്കെ ഊണൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും അമ്മച്ചി ഇതുവഴി വരുന്നത്. അമ്മച്ചി വെള്ളം കുടിച്ചാ? അത് പൊട്ടരുത് കേട്ടോ, ഗ്ലാസ് പൊട്ടരുത്, കുഴപ്പമില്ല, സൂക്ഷിച്ചെടുക്കണം. പാവം അമ്മച്ചിയാ. ഇനിയിപ്പോ അമ്മച്ചിക്ക് ഊണൂടെ കൊടുക്കണം. ഊണൂടെ കൊടുത്തിട്ട് അമ്മച്ചിയെ പറഞ്ഞു വിടണം. ഇരുത്തിയിരുന്ന കുഴപ്പമാണ്, കാരണം ഗേറ്റൊക്കെ തുറന്നിട്ടിട്ടേ അമ്മച്ചിക്ക് സ്വല്പം എന്തോ മാനസിക പ്രശ്നമുള്ള കക്ഷിയാണ്. ചിലപ്പോൾ ഗേറ്റൊക്കെ തുറന്നിട്ടേച്ച് പൊക്കളെ, അതാണ് പാട്. അപ്പം അമ്മച്ചി ഇപ്പം എന്തെങ്കിലും ആഹാരങ്ങൾ കൊടുത്തിട്ട് നേരെ പറഞ്ഞു വിടണം, ഇല്ലെങ്കിൽ ശരിയാവില്ല. അമ്മ അങ്ങനെ ചോറ് വിളമ്പിക്കൊണ്ടിരിക്കുക. ഇനിയിപ്പം ചോറ് കൊണ്ടുവച്ച് പോയി കിടന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം. അയ്യോ, ഈ അമ്മച്ചിക്കും കൂടെ ഉള്ളത് കൊണ്ടേ അപ്പം എല്ലാവർക്കും കൂടെ ഷെയർ ചെയ്ത് വേണം വിളമ്പാൻ. അത് അഡ്ജസ്റ്റ് ചെയ്യണം അമ്മ. ഊണൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ ചെറുതായിട്ടൊന്ന് മയങ്ങാൻ പോവാ. പാവം ആ അമ്മച്ചിക്ക് നമ്മൾ ഊണെല്ലാം ഞാൻ വിളമ്പിയെല്ലാം സെറ്റ് ചെയ്തിട്ട് കൊണ്ടു കൊടുത്തപ്പോൾ അമ്മച്ചിക്ക് ഊണ് വേണ്ടാന്ന് പറഞ്ഞു. കാരണം അമ്മച്ചി പാവം ഇവിടുന്ന് നേമം വരെ കുറേ നടന്നിട്ടാണ് വന്നതെന്ന് പറഞ്ഞു. നടന്നിട്ട് ഓരോ സ്ഥലത്ത് ചെന്നിട്ടും വല്ലതും കഴിക്കാനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ അമ്മച്ചിക്ക് ഊണ് വയറേ പിടിക്കത്തില്ല. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഊണ് കഴിക്കാൻ അമ്മച്ചിക്ക് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ അവസാനം ഞാൻ 2 ദോശ ഉണ്ടാക്കി അമ്മ കൊടുത്തു. ഞാനല്ല, അമ്മ 2 ദോശ ഉണ്ടാക്കി കൊടുത്തു. ഞാൻ 2-3 ബിസ്ക്കറ്റ്, ഒരു 3-4 ബിസ്ക്കറ്റും ഒക്കെ എടുത്ത് അമ്മച്ചിക്ക് കൊടുത്തു, പാവം. അപ്പോൾ അവർക്ക് എന്തായാലും അത് മതി എന്ന് പറഞ്ഞു. വെള്ളമൊക്കെ കുടിച്ച് കാര്യമായിട്ട് എന്നിട്ട് ഭയങ്കര സന്തോഷമായെന്നൊക്കെ പറഞ്ഞിട്ട് പോയി. അപ്പോൾ ഇനിയിപ്പോൾ വൈകിട്ട് അമ്പലമുണ്ട്. കയറി കിടന്നൊരു സുഖമായിട്ടൊരു മണിക്കൂറൊന്ന് ഉറങ്ങിയിട്ട് എണീറ്റ് നേരെ അമ്പലത്തിൽ പോകണം. അപ്പോൾ എൻലെസ് ജേണി ബൈ ദീപുവിൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ ചേർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം, സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ഷെയർ ചെയ്തേക്കണം, കമന്റും ചെയ്തേക്കണം. ഓക്കെ, ബൈ.